ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ അപ്രതീക്ഷിത മരണം ഇന്നൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ട്രീ കട്ടർ ചാനൽ എന്ന് നമ്മൾ വിളിക്കുന്ന ചില മാധ്യമങ്ങളിലെ പ്രമുഖ എഡിറ്റർമാർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രമുഖ പ്രോഗ്രാം ശ്രദ്ധിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലാകും. അവർക്ക് സത്യം അറിയണമെന്നേ ഇല്ല. പകരം EDയെയും കേന്ദ്ര ഏജൻസികളെയും എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അരുൺകുമാറിനെ പോലെയുള്ളവർ വന്നിരുന്ന് പറയുന്നു, CJ റോയ് സാബുവിനെ പോലെ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനേ എന്ന്. എന്തൊരു വിരോധാഭാസമാണിത്! ഒരു ബിസിനസ്സുകാരൻ ആത്മഹത്യ ചെയ്താൽ ഉടൻ തന്നെ അതിന്റെ കുറ്റം കേന്ദ്ര ഏജൻസികളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ വല്ലാത്ത കഴിവുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. റെയ്ഡ് നടത്തിയത് ഇൻകം ടാക്സ്, കുറ്റം മുഴുവൻ EDക്കും. ഒരു വാർത്ത കിട്ടുമ്പോഴേക്ക് വാലും തുമ്പും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പടച്ചുവിടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CJ റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ചാണ്. പലരും ഇത് കെട്ടിച്ചമച്ച കഥകൾ ഒരുപാട് തള്ളിവിടുന്നുണ്ടല്ലോ, നമുക്ക് സത്യം പറയാം. മാത്രമല്ല അതിനു പിന്നിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള അതിശക്തമായ ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക കരാറുമുണ്ട്. ബിനാമി നിക്ഷേപങ്ങളുടെ വലിയൊരു വലയുണ്ട്. തന്റെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ നടത്തിയ അവസാന പോരാട്ടമുണ്ട്. മാധ്യമങ്ങൾ പൂഴ്ത്തിവെച്ച ആ സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. CJ റോയി എന്നത് വെറുമൊരു പേരല്ല. കേരളത്തിലും കർണാടകത്തിലും ദുബായിലും വേരുകളുള്ള ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. ലളിതമായ തുടക്കത്തിൽ നിന്നും കോടികളുടെ ആസ്തിയുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിനെ അദ്ദേഹം കെട്ടിപ്പടുത്തു. സിനിമകൾ നിർമ്മിച്ചു, സ്പോർട്സ് ടീമുകളെ സ്പോൺസർ ചെയ്തു. പക്ഷേ ഈ വളർച്ചയുടെ വേഗതയിൽ എവിടെയോ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ബിസിനസ് വിപുലീകരിക്കാൻ റോയ് കണ്ടെത്തിയ വഴി വിദേശ നിക്ഷേപങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ദുബായിൽ അദ്ദേഹം വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തി. എന്നാൽ ഈ നിക്ഷേപങ്ങളുടെ സ്രോതസ് അഥവാ സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നായിരുന്നു? ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണ് താൻ വിദേശത്ത് നിക്ഷേപിക്കുന്നത് എന്നായിരുന്നു റോയിയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പരിശോധനയിൽ ഈ കണക്കുകൾ ഒത്തുപോകുന്നില്ല എന്ന് കണ്ടതോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് പെട്ടെന്നുണ്ടായ ഒരു റെയ്ഡല്ല. മാസങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ആദായ നികുതി വകുപ്പ് നടപടി തുടങ്ങിയത്. ഇതിനെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കുന്നത് കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം 2018 ഇന്ത്യയും UAEയും തമ്മിൽ ഒപ്പിട്ട സാമ്പത്തിക സഹകരണ കരാറാണ്. ഇതിനെക്കുറിച്ച് പല മാധ്യമങ്ങളും ബോധപൂർവം മിണ്ടുന്നില്ല. എന്താണ് ഈ കരാർ? അതിലേക്ക് ആദ്യം കിടക്കാം. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാൻ ഇരു രാജ്യങ്ങളും വിവരങ്ങൾ കൈമാറണം എന്നതാണ് ഈ കരാറിന്റെ കാതൽ. ഇതിന്റെ തുടർച്ചയായി 2025 UAE അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം ഫെഡറൽ ഡിക്രി നമ്പർ 10 വഴി പരിഷ്കരിച്ചു. ഇത് പ്രകാരം ഏതെങ്കിലും വ്യക്തി വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന നിക്ഷേപം നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്വത്ത് കണ്ടുകെട്ടാൻ UAEക്ക് അധികാരമുണ്ട്. നിക്ഷേപം നടത്തിയ വ്യക്തിയുടെ മാതൃരാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് UAE മുഖവിലക്കെടുക്കും. അന്വേഷണ വിവരങ്ങൾ അതീവ രഹസ്യമായി കൈമാറാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. UAE അധികൃതർക്ക് റോയിയുടെ നിക്ഷേപങ്ങളിൽ സംശയം തോന്നി. അവർ ഇന്ത്യയുടെ സഹായം തേടി. ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് റോയിയുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ UAEക്ക് കൈമാറുന്നതോടെ തന്റെ വിദേശത്തെ ആസ്തികൾ ഒന്നടങ്കം ഇല്ലാതാകുമെന്ന് റോയ് ഭയപ്പെട്ടു. ഈ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയത്. ഈ അന്വേഷണം റോയിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് റോയിയുടെ നിക്ഷേപങ്ങളിൽ കേരളത്തിലെയും കർണാടകത്തിലെയും രാഷ്ട്രീയ പ്രമുഖരുടെയും സിനിമാ താരങ്ങളുടെയും പണം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് മേഖല ഉപയോഗിക്കുന്നത് പുത്തരിയല്ല. റോയിയെ പോലെ വിശ്വസ്തനായ ഒരു ബിസിനസ്സുകാരന്റെ കമ്പനി വഴി പണം ദുബായിൽ എത്തിച്ചാൽ ആരും അറിയില്ലെന്ന് പലരും കരുതി. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ പണത്തിന്റെ ഓരോ ചലനവും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നാൽ പല വിശുദ്ധന്മാരുടെയും മുഖം മൂടി അഴിയും. ആ ഭയമാണ് ചില മാധ്യമങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ തള്ളുകൾ പടച്ചു വിടുവിക്കുന്നത്. CJ റോയിയുടെ മരണം സംബന്ധിച്ച ഏറ്റവും വലിയ തെളിവ് പോലീസ് കണ്ടെടുത്ത അദ്ദേഹത്തിന്റെ ഡയറിയാണ്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ആ ഡയറിയിൽ അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ലാഭം ലഭിച്ചില്ലെന്ന്. വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ പല പ്രൊജക്ടുകളും വൻ പരാജയമായിരുന്നു. രണ്ടാമത് ചതിക്കപ്പെട്ടു. ബിസിനസ് പങ്കാളികളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും തനിക്ക് ചതി നേരിട്ടു. കൂടാതെ നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും തന്റെ കൂടെ പണം മുടക്കിയ സാധാരണക്കാരായ നിക്ഷേപകരെ ഏത് വിധേനയും രക്ഷിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. താൻ തകർന്നു പോയെന്നും കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. ഇതിൽ എവിടെയാണ് ED വന്ന് തോക്ക് ചൂണ്ടി അദ്ദേഹത്തെ കൊല്ലിച്ചു എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഇതിനെതിരെ ആരും ശബ്ദമുയർത്തുന്നില്ല? എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും അദ്ദേഹം ഡയറിയിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്.
ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് സാമ്പത്തിക ബാധ്യതകളും അന്താരാഷ്ട്ര നിയമക്കുരുക്കും താങ്ങാനാകാതെ ഒരു സംരംഭകൻ എടുത്ത കടുത്ത തീരുമാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. റോയിയുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് നിന്നും 6.35 മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണ് കണ്ടെത്തിയത്. സ്വന്തം ശരീരത്തിലേക്ക് വെടിയുതിർത്ത് മരിക്കുക എന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിന്റെ ലക്ഷണമാണ്. കർണാടക CID സംഘം ഈ കേസ് വളരെ ഗൗരവമായിട്ടാണ് അന്വേഷിക്കുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി അവർ രേഖപ്പെടുത്തും. റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ റോയിയെ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്ന് CID പരിശോധിക്കുന്നുണ്ട്. എന്നാൽ നിയമപരമായ പരിശോധനകളെ ഭീഷണി എന്ന് വിളിക്കാൻ കഴിയില്ല. കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ പോയി പരിശോധന നടത്തിയത് ചട്ടലംഘനമാണെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് MD ജോസഫിന്റെ പരാതി കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഇന്ത്യയിൽ എവിടെയും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ടെന്നതാണ് വാസ്തവം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടർ TV പോലെയുള്ള ചാനലുകളുടെ എല്ലാം ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമാണ്. ഒരു വശത്ത് നീതിയും നിയമവും പറയുക, മറുവശത്ത് വൻകിട ബിസിനസ്സുകാരെ രക്ഷിക്കാനായി കുഴലൂത്ത് നടത്തുക. ED ഒരു സ്ഥലത്ത് പരിശോധന നടത്തിയാൽ ഉടൻ തന്നെ അതിനെ കേന്ദ്രത്തിന്റെ വേട്ടയാടൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ രാജ്യത്തെ കള്ളപ്പണം ആരാണ് പിടിക്കേണ്ടത്? നിങ്ങൾ വന്ന് പിടിക്കുമോ? ട്രീക്കട്ടർ ചാനലിലെ വാർത്താവതാരകർ ഇനി അടുത്തതായി ഇറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ? ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാൽ അത് EDയുടെ പേരിൽ ചാർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു വാർത്ത കിട്ടുമ്പോഴേക്കും അതിന്റെ വാലും തുമ്പും നോക്കാതെ ഇത്തരത്തിൽ പടച്ചുവിടാൻ വല്ലാത്തൊരു കഴിവ് തന്നെ വേണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോ ഈ ചാനലുകാരൊക്കെ എവിടെ പോയി? ഇനിയും കള്ളത്തരം പടച്ചുവിടാനാണോ ഭാവം? ലാഭമില്ലാത്തതും ചതി പറ്റിയതും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കെ ഇനിയും കേന്ദ്ര ഏജൻസികളെ കുറ്റം പറയുന്നത് എന്തിനു വേണ്ടിയാണ്? തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണല്ലോ അല്ലെ? ഭാരതം ഇന്ന് ലോകശക്തിയായി മാറുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വിദേശ രാജ്യങ്ങളുമായി ഒപ്പിട്ട സാമ്പത്തിക കരാറുകൾ ഇന്ന് കള്ളപ്പണക്കാർക്ക് പേടി സ്വപ്നമാണ്. പണ്ട് സ്വിസ് ബാങ്കിൽ പണമിട്ടാൽ ആരും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. സീജറോയുടെ മരണം സൂചിപ്പിക്കുന്നത് ഇനി ആർക്കും നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അത് റിയൽ എസ്റ്റേറ്റ് രാജാവായാലും സൂപ്പർ സ്റ്റാർ ആയാലും ശരി. നിക്ഷേപങ്ങളുടെ ഉറവിടം വ്യക്തമാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിയമത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുക. ഈ കരാർ പ്രകാരം ഇന്ത്യയും UAEയും അതീവ രഹസ്യമായാണ് വിവരങ്ങൾ കൈമാറുന്നത്. ഈ രഹസ്യ സ്വഭാവമാണ് പല പ്രമുഖരെയും വിറപ്പിക്കുന്നത്. കാരണം ആരുടെയൊക്കെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ CJ റോയിയുടെ ജീവിതം ഒരു പാഠമാണ്. വിജയത്തിന്റെ ഉത്തുംഗത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിയമപരമായിരിക്കണം. കള്ളപ്പണത്തെയും ബിനാമി നിക്ഷേപങ്ങളെയും ആശ്രയിച്ച് പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ ഏത് നിമിഷവും ചീട്ടുകൊട്ടാരം പോലെ തകരാം. മാധ്യമങ്ങൾ നിങ്ങളെ വിശുദ്ധനായി ചിത്രീകരിച്ചേക്കാം. രാഷ്ട്രീയക്കാർ നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തേക്കാം. എന്നാൽ നിയമത്തിന്റെ കരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല. റോയിയുടെ ഡയറിയിൽ പറയുന്നത് പോലെ കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ദുരന്തത്തിലേക്കാണ് നയിച്ചത്. CJ റോയിയുടെ മരണം ഒരു വേദനയാണ്. പക്ഷെ ആ വേദനയുടെ പേരിൽ സത്യത്തെ വളച്ചൊടിക്കാൻ അനുവദിക്കരുത്. ED ജോലി ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം എന്ന് പറയുന്നവരുടെ ഇരട്ടത്താപ്പ് നമ്മളെല്ലാം തിരിച്ചറിയണം. ഇന്ത്യയും UAEയും തമ്മിലുള്ള ആ ബന്ധം, ആ കരാർ, ആ അന്വേഷണം അത് തുടരുക തന്നെ ചെയ്യും. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ ആകണം. കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം. അതിന് ഏത് ഏജൻസി അന്വേഷിച്ചാലും അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭം നോക്കി ഓരോ തള്ളുകൾ മെനയുകയല്ല വേണ്ടത്. റിപ്പോർട്ടർ TVയെ പോലെയുള്ള ട്രീക്കട്ടർ ചാനലുകൾ പടച്ചുവിടുന്ന നുണക്കഥകളിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് വസ്തുതകളൊന്ന് പരിശോധിക്കാൻ തയ്യാറാവുക. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേന്ദ്ര ഏജൻസികളെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.